നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ആഴത്തിലുള്ള അന്വേഷണത്തിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ആരോഗ്യം. അതാണ് നമ്മളിന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതെ, ഈ തിരക്കിട്ട ജീവിതത്തിനിടയിൽ പലപ്പോഴും നമ്മൾ ആരോഗ്യത്തിന് അത്ര പ്രാധാന്യം കൊടുക്കാറില്ല, അല്ലേ? ശരിയാണ്. പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. എന്നാൽ ഇത് പിന്നീട് വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചേക്കാം. അതുകൊണ്ട് ഹിന്ദി അഖണ്ഡ ജ്യോതി മാസികയിൽ വന്ന ഒരു ലേഖനം, സ്വസ്ഥ് നിരോഗ് ജീവൻ കെ വ്യവഹാരിക് സൂത്ര, അതിലെ കണ്ടെത്തലുകളാണ് നമ്മളിന്ന് നോക്കുന്നത്. ആരോഗ്യത്തോടെ രോഗങ്ങളില്ലാതെ ജീവിക്കാൻ സഹായിക്കുന്ന ചില സിമ്പിൾ എന്നാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ചില വഴികളാണ് ഈ ലേഖനം പറയുന്നത്. അപ്പോൾ ഇതിലെ നിർദ്ദേശങ്ങൾ എത്രത്തോളം പ്രായോഗികമാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് എങ്ങനെ ഉൾപ്പെടുത്താമെന്നൊക്കെ നമുക്കൊന്ന് വിശദമായി സംസാരിക്കാം. തീർച്ചയായും. ഈ ലേഖനത്തിന്റെ ഒരു പ്രധാന കാര്യം എന്താന്ന് വെച്ചാൽ, അത് പറയുന്ന കാര്യങ്ങൾ വളരെ ലളിതമാണ്. നല്ല ആരോഗ്യം വേണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടുള്ള കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല. മറിച്ച് ഒരു ചിട്ട, പിന്നെ ഒരു ബാലൻസ്ഡ് ലൈഫ്, ക്ഷമയോടെയുള്ള ഒരു ജീവിത രീതി, അതൊക്കെ മതി. അതായത് ചിട്ടയായ ഒരു ദിനചര്യ, ഭക്ഷണത്തിലൊരു ശ്രദ്ധ, നമുക്കാവശ്യമുള്ള പോഷകാഹാരം, പിന്നെ ഒരുപാട് ഓവറാക്കാതെ കുറച്ച് ശരീരം അനങ്ങുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ആരോഗ്യത്തിന്റെ ഒരു നല്ല ബേസ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ലേഖനം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലളിതമായ തത്വങ്ങളിലാണ് ഫോക്കസ്, അല്ലേ? അതെ അതെ. അപ്പോൾ ഭക്ഷണകാര്യത്തിനും തന്നെ തുടങ്ങാം. ലേഖനം സീസണൽ, അതായത് അതത് കാലത്ത് കിട്ടുന്ന പഴങ്ങളും പച്ചക്കറികളും കഴിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ലേഖനം ഇതിനിത്ര ഊന്നൽ കൊടുക്കുന്നത്? അതുണ്ടല്ലോ, അതിനൊരു വ്യക്തമായ കാരണം പറയുന്നുണ്ട്. ഈ കാലത്തിനനുസരിച്ച് പ്രകൃതിയിൽ കിട്ടുന്ന പഴങ്ങൾക്കും പച്ചക്കറികൾക്കും അവ സ്വാഭാവികമായും നല്ല ഫ്രഷ് ആയിരിക്കും, രുചിയും കൂടുതലുണ്ടാവും. ശരിയാണ്. അതിനപ്പുറം ലേഖനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു പ്രത്യേക കാലാവസ്ഥയുണ്ടല്ലോ, ആ സമയത്ത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും വേണ്ട ചില പോഷകങ്ങൾ, അത് ചിലപ്പോൾ വിറ്റാമിൻസ് ആകാം, മിനറൽസ് ആകാം, അതൊക്കെ ഈ ഭക്ഷണങ്ങളിൽ കൂടുതലായിരിക്കും. ഓഹോ, അങ്ങനെയാണല്ലേ? അതെ. ഉദാഹരണത്തിന്, തണുപ്പ് കാലത്ത് നമുക്ക് പ്രതിരോധശേഷി കൂട്ടാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ആ സമയത്ത് കിട്ടുന്ന ഭക്ഷണത്തിൽ കൂടുതലുണ്ടാവാം. ഇത് പ്രകൃതിയുടെ തന്നെ ഒരു ഒരു അഡ്ജസ്റ്റ്മെന്റ് പോലെയാണ്. അതായത് പ്രകൃതിയോട് ചേർന്ന് പോവുക എന്നത് ഭക്ഷണത്തിനും പ്രധാനമാണെന്ന്. അതെ, തീർച്ചയായും. ഈ സമീകൃതാഹാരത്തെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. പ്രോട്ടീൻ, വിറ്റാമിൻസ് ഒക്കെ ശരിയായ അളവിൽ വേണം. അത് ശരീരത്തിന് എനർജി തരുമെന്ന് നമുക്കറിയാം. പക്ഷേ മനസ്സിന് ശാന്തമാക്കാനും ഇത് സഹായിക്കുമെന്നും ലേഖനം പറയുന്നു. അതെങ്ങനെയാണ്? അതൊരു നല്ല പോയിന്റാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തെ മാത്രമല്ല, മനസ്സിനെയും ഡയറക്റ്റായിട്ട് ബാധിക്കുന്നുണ്ടെന്നാണ് ലേഖനം പറയുന്നത്. ഈ ബാലൻസ്ഡ് ആയിട്ടുള്ള, എളുപ്പം ദഹിക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിനൊരു ഭാരക്കുറവ് തോന്നും. അപ്പം മനസ്സിനും ഒരു ലാഘവത്വം കിട്ടും. ശരിയാണ്. നേരെ മറിച്ച് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണം, അല്ലെങ്കിൽ ഒരുപാട് പ്രോസസ് ചെയ്ത ഫുഡ്, അല്ലെങ്കിൽ പോഷകം കുറഞ്ഞ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അത് ശരീരത്തിന് അസ്വസ്ഥതയുണ്ടാക്കും. അത് പലപ്പോഴും ഒരു മാനസിക പിരിമുറുക്കത്തിനും ശ്രദ്ധ കിട്ടാതിരിക്കാനും ചിലപ്പോൾ ദേഷ്യത്തിന് വരെ കാരണമാവാം. ഓഹോ, അതെ. ഈ ഒരു ശാരീരിക മാനസിക ബന്ധം, അതാണ് ലേഖനം എടുത്തു കാണിക്കുന്നത്. ഭക്ഷണം ദഹനത്തിനെ മാത്രമല്ല, നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും വരെ സ്വാധീനിക്കുന്നുണ്ട്. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഭക്ഷണവും മാനസികാരോഗ്യവും തമ്മിൽ ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല. ശരിയാണ്. ഇനി ശാരീരിക പ്രവർത്തനങ്ങളുടെ കാര്യത്തിലേക്ക് വരാം. മണിക്കൂറുകളോളം ഒരേ ഇരിപ്പിലിരുന്ന് ജോലി ചെയ്യുന്ന ശീലം അതിന്ന് സർവ്വസാധാരണമാണ്. ഈ ഉദാസീനമായ ജീവിതശൈലി ആരോഗ്യത്തിന് നല്ലതല്ലെന്ന് എല്ലാവർക്കും അറിയാം. ഈ പ്രശ്നത്തെ ലേഖനം എങ്ങനെയാണ് കാണുന്നത്? വലിയ വ്യായാമങ്ങളാണോ പറയുന്നത്? അവിടെയാണ് ഈ ലേഖനത്തിന്റെ ഒരു പ്രായോഗികത വരുന്നത്. ഈ ഒരേ ഇരുപ്പിലുള്ള ജീവിതശൈലി ആരോഗ്യത്തിന് ദോഷം ചെയ്യുമെന്ന് ലേഖനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു ചിട്ടയായ വ്യായാമം വേണമെന്നും പറയുന്നു. ചെയ്യാനും മടിയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഉണ്ടാവാം. അത് ശരിയാണ്. പലരും നല്ല ആവേശത്തിൽ തുടങ്ങും, പിന്നെ അത് നിൽക്കും. അപ്പോൾ എന്താണ് ലേഖനം പറയുന്ന ഒരു സൊല്യൂഷൻ? ലേഖനം ഊന്നൽ കൊടുക്കുന്നത് സ്ഥിരതയ്ക്കാണ്, അല്ലാതെ തീവ്രതയ്ക്കല്ല. അതായത് ദിവസവും കുറച്ചുനേരം നടക്കുക. അതൊരു 20 മിനിറ്റോ 30 മിനിറ്റോ ആകാം. അല്ലെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കുറച്ച് യോഗാസനങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് പ്രാണായാമം ചെയ്യുക. അതുമല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള, നിങ്ങളുടെ ശരീരത്തിനു പറ്റുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി.
ചിലപ്പോൾ നീന്തലാവാം, സൈക്കിൾ ചവിട്ടുന്നതാവാം, ഡാൻസ് ചെയ്യുന്നതാവാം. ഓക്കെ. പ്രധാനം എന്താ വെച്ചാൽ കുറഞ്ഞ അളവിലാണെങ്കിലും അത് മുടങ്ങാതെ ചെയ്യുക എന്നതാണ്. എല്ലാ ദിവസവുമുള്ള ചെറിയ ചലനങ്ങൾ പോലും ലോങ് റണ്ണിൽ വലിയ വ്യത്യാസമുണ്ടാക്കുമെന്നാണ് ലേഖനം പറയുന്നത്. ഈ പ്രാണായാമത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, പലരും അതൊരു ശ്വാസമെടുക്കുന്ന ടെക്നിക്ക് അത്രയുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു. പക്ഷേ ലേഖനം അതിനും വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ശ്വാസത്തിനപ്പുറം എന്താണ് പ്രാണായാമം ചെയ്യുന്നത്? തീർച്ചയായും കൊടുക്കുന്നുണ്ട്. ലേഖനം പ്രാണായാമത്തെ ഒരു വെറും ശ്വാസമെടുക്കൽ വ്യായാമമായിട്ടല്ല കാണുന്നത്. ശ്രദ്ധയോടെ ആഴത്തിൽ ഒരു ഋതത്തിൽ ശ്വാസമെടുക്കുന്ന ആ പ്രോസസ് ഉണ്ടല്ലോ, അത് നമ്മുടെ ശ്വാസകോശത്തിന്റെ എഫിഷ്യൻസി കൂട്ടുന്നു. കൂടുതൽ ഓക്സിജൻ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും എത്താൻ അത് സഹായിക്കുന്നു. ഓക്കെ. അപ്പോൾ ഈ ഓക്സിജൻ കൂടുതൽ കിട്ടുന്നതുകൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങൾ? ലേഖനം എന്താ പറയുന്നത്? പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ശാരീരികമായ എനർജി കൂടും, ക്ഷീണം കുറയും. ആഹാ. 2, ഇത് മാനസികമായ ഗുണങ്ങളും തരുന്നുണ്ട്. പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സ് ശാന്തമാകും, നമ്മുടെ കോൺസെൻട്രേഷൻ അതായത് ഏകാഗ്രത കൂടും, പിന്നെ ഈ സ്ട്രെസ്, മാനസിക സമ്മർദ്ദം കുറയും. അതുകൊണ്ട് ലേഖനം പ്രാണായാമത്തെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ റിഫ്രഷ്മെന്റ് കൊടുക്കുന്ന ഒന്നായിട്ടാണ് കാണുന്നത്. ഇതൊരു വെറും ലങ് എക്സസൈസ് അല്ല, ഒരു ഹോളിസ്റ്റിക് ഹെൽത്ത് ടൂളാണ്. അപ്പോൾ ഈ മാനസിക സമ്മർദ്ദം എന്ന വിഷയത്തിലേക്ക് തന്നെ വരാം. ഇന്നത്തെ കാലത്ത് ഇത് മിക്കവാറും എല്ലാവർക്കുമുണ്ട്. ജോലിയുടെ ടെൻഷൻ, പേഴ്സണൽ പ്രശ്നങ്ങൾ, അങ്ങനെ പലതും. ഇതിനിടയിൽ ആവശ്യത്തിന്റെ റെസ്റ്റ് കിട്ടാതെ വരുന്നു. ഈ വിഷയത്തിൽ ലേഖനം എന്തു പറയുന്നു? ഉറക്കം മാത്രം മതിയോ? നല്ല ഉറക്കം, അതിന്റെ പ്രാധാന്യം ലേഖനം നന്നായി പറയുന്നുണ്ട്. ഉറക്കം ശരിയായില്ലെങ്കിൽ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെയും ദഹനത്തെയും മൂഡിനെയും ഒക്കെ ബാധിക്കുമെന്നത് ഉറപ്പാണ്. ശരിയാണ്. ദിവസവും പുതിയ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ ശ്രമിക്കുക എന്നതാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുകയോ? അതെ, അതൊരു പുതിയ ഭാഷയുടെ ബേസിക്സ് ആകാം, അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് വായിക്കാൻ പഠിക്കുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ വായിക്കുന്നതാകാം. ഇങ്ങനെ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ മനസ്സതിൽ എൻഗേജ്ഡ് ആകും, അനാവശ്യ ചിന്തകളിൽ നിന്ന് ശ്രദ്ധ മാറും. അതുപോലെ നല്ല പുസ്തകങ്ങൾ വായിക്കുക, അത് മനസ്സിന് സന്തോഷം തരും, പുതിയ അറിവും കിട്ടും. പിന്നെ സാമൂഹികമായി ഇടപഴകുക, ഫ്രണ്ട്സുമായിട്ടും കുടുംബക്കാരുമായിട്ടും നല്ല ബന്ധങ്ങൾ നിലനിർത്തുക. ശരി. ഈ ശീലങ്ങളൊക്കെ ജീവിതത്തിനൊരു പുതുമയും ഒരു ലക്ഷ്യബോധവും തരും. അത് നാച്ചുറലായിട്ട് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും. ഈ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്ന ആശയം ഇൻട്രസ്റ്റിംഗ് ആണ്. സാധാരണ നമ്മൾ വിചാരിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുമെന്ന്. പക്ഷേ ഇത് സ്ട്രെസ് കുറയ്ക്കുമെന്നാണ് ലേഖനം പറയുന്നത്. അതെ. ഇനി പോസിറ്റീവ് ചിന്താഗതി, ഇതിനെക്കുറിച്ചും ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ. ഇത് നമ്മൾ സാധാരണ കേൾക്കുന്ന എപ്പോഴും പോസിറ്റീവായിരിക്കണം എന്നൊരു ഉപദേശം മാത്രമാണോ, അതോ ആരോഗ്യവുമായി ഇതിന് നേരിട്ട് ബന്ധമുണ്ടോ? ഇത് വെറുമൊരു ഉപദേശം എന്നതിലുപരി ആരോഗ്യവുമായി ഡയറക്റ്റ് ബന്ധമുള്ള ഒരു കാര്യമായിട്ടാണ് ലേഖനം ഇതിനെ കാണുന്നത്. വെറുതെ ഒരു ശുഭാപ്തി വിശ്വാസം പുലർത്തുക എന്നല്ല. അതിനപ്പുറം ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും വെല്ലുവിളികൾ നേരിടേണ്ടി വരുമ്പോഴും മാനസികമായിട്ടൊരു ബാലൻസ് കീപ്പ് ചെയ്യാനുള്ള കഴിവ്, അതാണിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ലേഖനം പറയുന്നത് ഈ അമിതമായ ഉത്കണ്ഠ, ഭയം, ദേഷ്യം ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകള് നമ്മുടെ ശരീരത്തില് ദോഷകരമായ കെമിക്കൽ മാറ്റങ്ങൾക്ക് വരെ കാരണമായേക്കാമെന്നാണ്. ഓഹോ, അങ്ങനെയാണോ? അതെ. ഇത് ചിലപ്പോൾ ഹോർമോൺ ലെവലിൽ മാറ്റങ്ങൾ വരുത്താം, നമ്മുടെ പ്രതിരോധശേഷി കുറയാൻ ഇത് കാരണമാവാം. അതായത് നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ശരീരത്തെ നേരിട്ട് സ്വാധീനിക്കാൻ പറ്റും. അതെ അതെ. അതിന് നേരെ ഓപ്പോസിറ്റ്, ശാന്തവും ക്രിയേറ്റീവുമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ, പ്രശ്നങ്ങളെ ഒരു സമചിത്തതയോടെ നേരിടാനുള്ള ഒരു കഴിവ്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ നോർമൽ ഫംഗ്ഷനിങ്ങിനെ മെച്ചപ്പെടുത്തും, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ശക്തിപ്പെടുത്തും എന്നും ലേഖനം സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് പോസിറ്റീവ് ചിന്ത എന്നത് വെറുമൊരു ആഗ്രഹം മാത്രമല്ല, നല്ല ആരോഗ്യം നിലനിർത്തുന്നതിൽ ശരിക്കും ഒരു പങ്ക് വഹിക്കുന്ന ഘടകം തന്നെയാണ്. ഇത് മനസ്സിന്റെ മാത്രമല്ല, ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെയും ഭാഗമാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഈ ലേഖനത്തിന്റെ മൊത്തത്തിലുള്ള ഒരു അടിസ്ഥാന ആശയം, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ്, രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ പ്രധാനം രോഗം വരാതെ നോക്കുന്നതാണ് എന്നാണെന്ന് തോന്നുന്നു. ഈ പ്രതിരോധത്തിന്റെ പ്രാധാന്യം ലേഖനം എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. അത് തന്നെയാണ് ഈ ലേഖനത്തിന്റെ ഒരു കാതൽ.
പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നില്ലേ, ആ ആശയത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ലേഖനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആരോഗ്യമെന്നത് ഒരു അസറ്റ് പോലെയാണ്. അത് നഷ്ടപ്പെടുന്നതിന് മുൻപ് നമ്മൾ അതിനെ സംരക്ഷിക്കണമെന്നാണ്. പലപ്പോഴും നമ്മൾ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെ, ഒരു ചെറിയ തലവേദന അല്ലെങ്കിൽ ഇടയ്ക്കിടെ വരുന്ന ഒരു ദഹനക്കേട്, ചെറിയ ക്ഷീണം, ഇതിനെയൊക്കെ കാര്യമായിട്ട് എടുക്കാറില്ല. അതെ, കാര്യമായിട്ട് എടുക്കാറില്ല. ഇതൊക്കെ സാധാരണയല്ലേ എന്ന് കരുതും. ശരിയാണ്. പല ലൈഫ് സ്റ്റൈൽ ഡിസീസസും തുടങ്ങുന്നത് ഒരു പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ സൂചനകളിലൂടെ ആവാം. രോഗം വലുതായി കഴിഞ്ഞാൽ പിന്നെ ചികിത്സ കോംപ്ലിക്കേറ്റഡ് ആവും, സമയവും പണവും ഒരുപാട് വേണം, ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകളും വേറെയും. ശരിയാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ സംസാരിച്ച ഈ സിമ്പിൾ കാര്യങ്ങൾ, നല്ല ഭക്ഷണം, സ്ഥിരമായ വ്യായാമം, ആവശ്യത്തിന് റെസ്റ്റ്, നല്ല മാനസികാവസ്ഥ, ഇതൊക്കെ ഒരു ശീലമാക്കുന്നത് ഭാവിയിൽ ഡോക്ടറെയും ഹോസ്പിറ്റലിനെയും ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സഹായിക്കും. ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ് നമ്മുടെ ആരോഗ്യത്തിൽ. അപ്പോ ഈ ചർച്ചയിൽ നിന്ന് വ്യക്തമാകുന്നത് നമ്മുടെ ആരോഗ്യമെന്നത് മറ്റെന്തിനേക്കാളും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് എന്നതാണ്. നല്ല ആരോഗ്യമുണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ ജോലികൾ നന്നായി ചെയ്യാനും കുടുംബത്തോടൊപ്പം സന്തോഷമായിരിക്കാനും ജീവിതത്തിലെ ലക്ഷ്യങ്ങളൊക്കെ നേടാനും പറ്റൂ. തീർച്ചയായും. ഈ പറഞ്ഞ ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നു തോന്നുന്നു. തീർച്ചയായും. ആരോഗ്യമാണ് ഏറ്റവും വലിയ ധനം എന്ന് വെറുതെ പറയുന്നതല്ല. ഈ ലേഖനം പറയുന്ന വഴികൾ വളരെ ലളിതമാണ്, പ്രാക്ടിക്കലാണ്. അതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇതിന് വലിയ പൈസ ചെലവോ ഒരുപാട് സമയമോ ഒന്നും വേണ്ട. വേണ്ടത് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമുക്കൊരു ശ്രദ്ധ വേണം. ചെറിയ മാറ്റങ്ങൾ വരുത്താൻ നമ്മളൊരു തയ്യാറെടുപ്പ് നടത്തണം. അത് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യണം. അത്രയേ ഉള്ളൂ. തുടങ്ങാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണിതൊക്കെ. അതെ, ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ സഹായിക്കുന്ന ലളിതവും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ചില വഴികളാണ് നമ്മളിന്ന് സംസാരിച്ചത്. കാലത്തിനനുസരിച്ചുള്ള ഭക്ഷണം, സ്ഥിരമായ ലളിതമായ വ്യായാമം, മനസ്സിനും ശരീരത്തിനും ആവശ്യമായ വിശ്രമം, പോസിറ്റീവ് ചിന്തകൾ, പിന്നെ രോഗം വരും മുൻപ് ആരോഗ്യം സംരക്ഷിക്കുക എന്ന പ്രതിരോധം. ഇവയൊക്കെയാണ് ഈ ലേഖനം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയങ്ങൾ. നമ്മൾ ഈ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം സ്വസ്ഥ നീരോഗ് ജീവൻ കെ വ്യവഹാരിക് സൂത്ര എന്ന ലേഖനത്തിൽ നിന്നുള്ളതാണ്. ഈ ലേഖനം നിങ്ങൾക്ക് ഹിന്ദി അഖണ്ഡ ജ്യോതി മാസികയുടെ 2024 സെപ്റ്റംബർ ലക്കത്തിൽ വായിക്കാൻ കിട്ടും. പേജ് നമ്പർ 29-30 ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ അറിവുകൾ നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. അപ്പോ ഈ ചർച്ചയുടെ വെളിച്ചത്തിൽ നിങ്ങൾക്കായി ഒരു ചെറിയ ചിന്ത. ഇന്ന് നമ്മൾ സംസാരിച്ച ഈ ലളിതമായ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ആരോഗ്യത്തിനായി ഇന്നു മുതൽ ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും ചെറിയ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാറ്റം എന്തായിരിക്കും? അത് ചിലപ്പോ ഉച്ചയ്ക്ക് ഊണിന്റെ കൂടെ ഒരു പഴം കൂടി കഴിക്കുന്നതാവാം, അല്ലെങ്കിൽ ദിവസവും ഒരു 10 മിനിറ്റ് നടക്കാം എന്ന് തീരുമാനിക്കുന്നതാവാം. അതുമല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു 5 മിനിറ്റ് ശാന്തമായിട്ട് ഒന്നിരിക്കാൻ ശ്രമിക്കുന്നതാവാം. എന്താണ് ആ ഒരു ചെറിയ സ്റ്റെപ്പ്? ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. ചെറിയ തുടക്കങ്ങൾക്കും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും.